ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ കൺസിസ്റ്റൻസി ചലഞ്ചിലെ 19ാമത്തെ ദിവസമാണ്. അതായത് 90th ഡേ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പഠനമൊക്കെ? ഇന്നത്തെ പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിലൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്കിന്ന് രാവിലെയൊന്നും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ സാധാരണ ഞാൻ രാവിലെ പഠിച്ചില്ലെങ്കിൽ പിന്നെ വൈകിട്ടും അങ്ങ് പഠിക്കാറില്ല. സാധാരണ മിക്കവാറും ചില ദിവസങ്ങളിൽ ഒരു നല്ല ഡേ അല്ല എന്നുള്ള ചിന്തയിൽ പഠിക്കാറില്ല. പക്ഷേ ഞാൻ ഇനി ഒരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പറ്റില്ല. അങ്ങനെ നമുക്ക് ഒരു ദിവസം നമ്മൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു 17 ദിവസം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റി. പക്ഷേ ഇന്ന് 18 ദിവസം, ഇന്ന് 19ാമത്തെ ദിവസം ഇന്നൊരു പ്രശ്നമുണ്ട്, ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ രാവിലെ പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വൈകിട്ട് രാത്രിയുമായിട്ട് പഠിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, കുറച്ച് ടോപ്പിക്കൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് രാവിലെ നമുക്ക് പഠനം നടന്നില്ലെങ്കിൽ നമ്മൾ വൈകിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. വൈകിട്ടും രാത്രിയായിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സാധാരണ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ഇന്നത്തെ ദിവസം ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിച്ചു. കുറച്ച് സമയം പഠിക്കാൻ പറ്റി, കുറച്ച് ടോപ്പിക്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആദ്യം ജെറൻ സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടു. ജെറൻ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ നമ്പേഴ്സ്, ഡിവിസിബിലിറ്റി, പിന്നെ ഫ്രാക്ഷൻ, ഡെസിമൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ പെർസെൻറ്റേജാണ് നടക്കുന്നത്. അതിലൊരു 4ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടു. പിന്നെ ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് PSC ബുള്ളറ്റിൻ കിട്ടിയായിരുന്നു. അപ്പോൾ ആ PSC ബുള്ളറ്റിൻ ഒരു മാസം 2 എണ്ണമാണല്ലോ. അപ്പോൾ ആ PSC ബുള്ളറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു, ഒരു പേജ്. അപ്പോൾ അടുത്ത ഒരു ബുള്ളറ്റിൻ കിട്ടുന്നത് വരെ കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഈ ഒരു ബുള്ളറ്റിൻ പഠിച്ച് തീർക്കണമെന്നുള്ള ഒരു പ്ലാനിലാണ് അതിൽ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ അത് കുറച്ച് സമയം പഠിച്ചു. പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലൊരു ഐഡിയയാണ്. അതായത് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ടെലഗ്രാമിലോ വാട്സപ്പിലോ ഒക്കെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്കത് കേട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സൗണ്ട് നമ്മൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ് അല്ലേ. അപ്പോൾ നമുക്കത് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വായിച്ച് ഒച്ചത്തിൽ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ, എൻ്റെ ഒരു കാര്യമാണെങ്കിൽ ഒച്ചത്തിൽ വായിച്ച് പഠിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും വായിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് റെക്കോർഡും കൂടെ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്ത് വെച്ച് ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അത് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. അങ്ങനെ PSC ബുള്ളറ്റിനാണ് ഇന്ന് പഠിച്ചത്. പിന്നെ ഒരു ഇംഗ്ലീഷ് ഞാനിപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻട്രിയിലെ ഇംഗ്ലീഷ് ആണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. രഞ്ജിത്ത് ആഴ്വ സാറിൻ്റെ ഇംഗ്ലീഷാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. സാറിൻ്റെ സെൻറ്റൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പാർട്ട് 4 ആണ് ഇന്ന് കണ്ടത്. നല്ല ക്ലാസ്സാണ്. സാറ് വളരെ ഈസി ആയിട്ട് നമുക്ക് ടഫാണെന്ന് തോന്നുന്നു. നമ്മൾ മാറ്റി വെച്ച് ഒരു ഇതാണല്ലോ ഇംഗ്ലീഷ്. അത് നമ്മൾ പക്ഷേ ഡെയിലി നമ്മുടെ സ്റ്റഡിയിൽ അത് ഉൾപ്പെടുത്തണം. പക്ഷേ സാറ് വളരെ നല്ല രീതിയിൽ അത് എളുപ്പത്തിൽ പഠിപ്പിക്കുന്നുണ്ടത്. ആ ക്ലാസ്സുകൾ, സെൻറ്റൻസൊക്കെ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, അങ്ങനത്തെ സെൻറ്റൻസൊക്കെ സാറ് നല്ല എളുപ്പത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ ഞാൻ കണ്ടത് മലയാളം ഇപ്പോൾ ഞാനിപ്പോൾ പദശുദ്ധിയുള്ള നമ്മൾ ആദ്യത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പദശുദ്ധിയാണ്. അപ്പോൾ പദശുദ്ധി ഇപ്പോൾ ഏകദേശം കഴിയാറായി. ഇനി ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോൾ പദശുദ്ധി കഴിയും. അത് എൻട്രിയിലെ ക്ലാസ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. വളരെ നല്ല ക്ലാസ്സാണ്. സാറ് നല്ല രീതിയിൽ പറയുന്നുണ്ട് പദശുദ്ധി. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച ഒരുപാട് വാക്കുകൾ നമ്മൾ പറയുന്ന ഉച്ചാരണം തെറ്റാണെന്ന് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ഒരു പുതിയ അറിവാണ്. അതായത് നമ്മൾ ആദരവ് എന്നല്ല പറയാം, ആദരവ്, പക്ഷെ ആദരവെന്നല്ല, ആദരം എന്നാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് ഞാൻ ഇന്ന് കണ്ടു. പിന്നെ ഇന്നത്തെ പഠനം എനിക്ക് കുറച്ച് അങ്ങനെ ഭയങ്കര ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല. കുറച്ച് നല്ല രീതിയിലൊക്കെ പഠിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്ത് വയ്ക്കാതെ, ഒരിക്കലും പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യാതെ പഠിക്കാൻ തീരുമാനിച്ചാൽ ഒരു 5 സെക്കൻഡ് റൂളൊന്നും കേട്ടിട്ടില്ല. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പഠിക്കണം. ഒരു വരി പഠിച്ചാൽ മതി. നമ്മൾ ഒരു വരിയെങ്കിലും തുടങ്ങിയാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു റിസൾട്ട് നേടി നല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന് നല്ലൊരു ജോലി കിട്ടാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക.